പാരഡൈസ് കോളേജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 2022 റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു. ഇപ്പൊ കുട്ടികളുടെ ഒരു ടെൻഷനാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ എപ്പോഴാണ് കിട്ടുക എന്ന്. നിരന്തരം കുട്ടികൾ വിളിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒക്ടോബർ 2022 എക്സാമിന്റെ റിസൾട്ട് മാത്രമാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആദ്യം കുട്ടികൾ ചോദിച്ച സംശയമാണ് ഈ കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. മക്കളെ, റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊരിക്കലും അവർ അംഗീകരിക്കില്ല. അത് നമ്മുടെ ഒരു റിസൾട്ട് മാത്രമാണ്, ഒരു അനൗൺസ്മെന്റ് മാത്രമാണ്. നിങ്ങൾ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ച ഒരു അനൗൺസ്മെന്റ് ചാർട്ട് മാത്രമായിട്ടാണ് ഇതിനെ പരിഗണിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു സർട്ടിഫിക്കേഷൻ, ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒക്ടോബറിൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 2 ആഴ്ച സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞിരുന്നു, ഓൺലൈൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മുഖേനയാണ് ഇവർ ഈ സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊക്കെ ആധാർ കാർഡ് ഉള്ള കുട്ടികളായിരിക്കും, എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിജി ലോക്കർ എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ടോ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് വെച്ച് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അത് ലോഗിൻ ചെയ്യുക. അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് NIOS എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. ആ NIOSൽ തന്നെ നമുക്ക് സീനിയർ സെക്കൻഡറി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏതാണ് നമ്മൾ സർട്ടിഫിക്കറ്റ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ നമ്മുടെ എൻറോൾമെന്റ് നമ്പറും നമ്മൾ പാസ്സായ വർഷം മാസം ഇത് എഴുതണം. സോ ഈ ഒക്ടോബറിലാണെങ്കിൽ ഒക്ടോബർ നവംബർ എന്നുള്ളത് 2022 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സർട്ടിഫിക്കറ്റ് അതിൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡിജിറ്റലി വെരിഫൈഡ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. എന്നിരുന്നാലും ചില കാര്യങ്ങൾക്കൊക്കെ ഒറിജിനൽ ഹാൻഡ് ഡോക്യുമെന്റ്, അതായത് നമ്മുടെ ഹാർഡ് ഡോക്യുമെന്റ് തന്നെ വേണ്ടി വരും. ഈ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു 70% മേഖലകളിൽ ഉപയോഗിക്കാം. എന്നാലും ഫൈനലി നമുക്ക് എന്ത് വേണ്ടി വരും, നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. സോ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലോട്ട് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ലഭിക്കും? ഇപ്പോൾ നിങ്ങളുടെ ID കാർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റഡി സെന്റർ എന്ന് കാണാൻ സാധിക്കും അല്ലെ. ഈ സ്റ്റഡി സെന്ററിലാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നത്. പക്ഷെ അതും ഏകദേശം ഒരു മാസം 1.5 മാസത്തിനുള്ളിലേ കിട്ടത്തുള്ളൂ. അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അല്ലെങ്കിൽ എല്ലാ സെന്ററുകളിലും ഒരേ സമയത്തല്ല വരിക, ഡിഫറെന്റ് ടൈമുകളിലാണ് വരിക. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്, 1 മാസം കൂടെ കാത്തിരുന്നതിന് ശേഷം നിങ്ങളുടെ സ്റ്റഡി സെന്ററിലോട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് അവിടെ പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക. സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതിയ നിങ്ങളുടെ ID കാർഡുള്ള സെന്ററിലാണ് ഈ സർട്ടിഫിക്കറ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റും. ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ആവശ്യപ്പെട്ട ഏറ്റവും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് നമുക്ക് കിട്ടുന്നതൊക്കെ പ്രൊവിഷനും അതുപോലെ തന്നെ നമുക്ക് ഒരു സോഫ്റ്റ് കോപ്പി, നമുക്കൊരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് എന്തിനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യക്കാർ എനിക്ക് നാളെ അപ്ലൈ ചെയ്താലേ എനിക്കിത് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഗവൺമെന്റ് കൊടുക്കുന്നത്. പക്ഷേ NIOSനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ബോർഡുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് എല്ലാം കുട്ടികളിലോട്ട് ആദ്യം തന്നെ എത്തിക്കണം എന്ന് പറയുന്ന നല്ല ഒരു ക്രൈറ്റീരിയ ആണ് അവർ യൂസ് ചെയ്ത് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും നമ്മളെ ഡിലേ ആക്കാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ എന്തെങ്കിലും ഡിലേ എന്നല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് NIOS ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു ആളും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു 1 വീക്കും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിജി ലോക്കറിൽ സർട്ടിഫിക്കറ്റ് ആക്സസ് ആവും. സോ അതാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. സോ ആ ടൈമിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് സ്റ്റഡി സെന്ററിലാണ്. അതാവുന്ന സമയത്തും ഞാൻ നിങ്ങളെ അറിയിക്കും. സോ നിങ്ങൾക്ക് അപ്പോൾ പോയിട്ട് നേരിട്ട് മേടിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്